ആറന്മുള വെള്ളസദ്യക്ക് തുടക്കം കുറിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കർക്കിടകം 15 മുതൽ കന്നി 15 വരെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി അമ്പലത്തിൽ വെച്ച് ആറന്മുള വെള്ളസദ്യക്ക് തുടക്കം കുറിക്കുകയാണ്. അതായത് ജൂലൈയിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു വെള്ളസദ്യയാണ്. അതിൽ ഇന്ന് ഞാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാനാണെങ്കിൽ ആറ്റിൻ്റെ തീരത്ത് ഇവിടെ 2-3 വെള്ളം പോകുന്നതും അതുപോലെ തന്നെ ഒരു വെള്ളം ഇറക്കുന്നതും അത് വഴിപാടുകാർ എങ്ങനെയാണോ നിരവധി ആചാര ചടങ്ങുകൾ ആരംഭിക്കുന്നതും എല്ലാം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയുടെ കരയിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ, വഴിപാട് ഇവിടുന്ന് സമർപ്പിച്ചിട്ടാണ് ഇവിടുന്ന് വെള്ളം മുമ്പോട്ട് പോകുന്നത്. അതിന് ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു. ഇവിടുന്ന് പോകുന്ന എല്ലാ പള്ളിയോടങ്ങളും നേരെ ചെയ്യുന്നത് അമ്പലത്തിൻ്റെ നടയിലാണ്. ഇതാണ് ആറന്മുള അമ്പലം, അല്ലെങ്കിൽ ശ്രീ പാർത്ഥസാരഥി ടെമ്പിൾ. ആറന്മുള ക്ഷേത്രക്കടലിൽ എത്തിയ കരക്കാരെ ക്ഷേത്ര അധികാരികളോ വഴിപാടുകാരനോ വെറ്റിലയും പുകയിലയും നൽകി സ്വീകരിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ 2 കരക്കാർ അല്ലെങ്കിൽ 2 വള്ളക്കാർ മത്സരം വെച്ച് അമ്പലക്കടവിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ്. വള്ളത്തിൽ വരുന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചോട്ടിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണിത്. ഇത് കഴിഞ്ഞ് എവിടെയാണോ നമുക്ക് പന്തലുള്ളത് അവിടെ പോകും. ഇത് അവിടുത്തെ തിരക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇല്ലയുടെ ഫ്രണ്ടിൽ ഒരു 64 അല്ലെങ്കിൽ 70 ട്രഡീഷണൽ ഡിഷ് അല്ലെങ്കിൽ കറികൾ ഉള്ളൊരു സദ്യയാണിത്. ചെറിയൊരു ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം. ഇതാണെങ്കിൽ വെള്ളപ്പാട്ട് പാടി വിളക്ക് വെച്ച് കഴിഞ്ഞ് ഓരോ വെള്ളസദ്യയിലെ ഓരോ വിഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ ഐറ്റങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ സദ്യക്ക് ഞാനിവിടെ തുടക്കം കുറിക്കുകയാണ്. ചോറ് വന്നു, അതിൻ്റെ കൂടെ തന്നെ പരിപ്പും വന്നു, പരിപ്പിൻ്റെ മേലിൽ നെയ്യ് ഒഴിച്ചു. അങ്ങനെ ഞാൻ ഈ സദ്യ കഴിച്ച് തുടങ്ങാൻ പോകുകയാണ്. പിന്നീട് രണ്ടാമത്തെ സെറ്റായ ചോറും സാമ്പാറും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പായസത്തിൻ്റെ സെക്ഷനായി. ആദ്യമേ പ്രഥമൻ, പിന്നെ കടല പായസം വന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പഴം പായസം വന്നു. പഴം പായസം എനിക്കങ്ങനെ വലുതായിട്ട് താല്പര്യമില്ലെങ്കിൽ ഞാൻ കഴിച്ചു. ഇതായിരുന്നു പഴം പായസം. അത് കഴിഞ്ഞ് അമ്പലപ്പുഴ പാൽപ്പായസം വന്നു. അത് കഴിഞ്ഞു രണ്ടാമതും ചോറ് വന്നു, പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് മോര് വാങ്ങി കുടിച്ചു. സദ്യ ഞാനങ്ങനെ ഗംഭീരമായിട്ട് പൂർത്തിയാക്കി. സദ്യ കഴിഞ്ഞ് മംഗളം പാടുന്ന ഒരു കാഴ്ച ഇത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രനടയിൽ കുറച്ച് നേരം ഇരുന്നു. ഏകദേശം 52-53 കരക്കാരോളം വള്ളക്കാരുണ്ട്. അവർക്ക് ഈ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ ഓരോ ദിവസങ്ങളിലും വെള്ളസദ്യ ഉണ്ട്. അതിൽ കുറച്ച് പേരാണിത്. ഇത് വഴിപാട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരെ യാത്രയാക്കുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ കാണും. അതെല്ലാം എന്നോട് ക്ഷമിച്ച് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.